ഈ സ്കൂൾസിലൊക്കെ പോക്കൃത്തരം കാണിക്കുന്ന കുറേ പിള്ളേരുണ്ടാവുമല്ലോ. എത്ര പറഞ്ഞാലും കേൾക്കാത്തവർ, മറ്റേ ഫോൺ യൂസ് ചെയ്യുന്നവരും, ക്ലാസ്സിലിരുന്നിട്ട് നമ്മളെ സ്റ്റാഫിനെയും സ്റ്റുഡൻസിനെയൊക്കെ ബാക്കിയുള്ളവരൊക്കെ വെറുപ്പിക്കുന്നവർ, റാഗിങ് ചെയ്യുന്നവർ, ബുള്ളിങ് ചെയ്യുന്നവർ, ഡ്രഗ് യൂസ് ചെയ്യുന്നവർ, മറ്റേ പിന്നെ സെക്ഷൽ അസൾട്ട് ചെയ്യുന്നവർ, അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് പ്രശ്നങ്ങളുണ്ടാവും ഒരു സ്കൂളിൽ. സോ ഇങ്ങനത്തെ ഈ പിള്ളേരെ മുഴുവൻ പാഠം പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഏർപ്പാടാക്കിയെന്ന് വെച്ചോ. ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്. അവർക്ക് വന്നിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് ഇന്ന ഇന്ന റൂളൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇവന്മാരെ അടിച്ച് പരത്താം. ഈ പിള്ളേരെ നന്നാക്കണം, അത്രേ ഉള്ളൂ. അവർക്കൊരു ഒരു പാഠം പഠിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് എക്സ്റ്റെൻഡ് വരെയും അവർക്ക് പോകാം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന് കാണിച്ചു തരുന്ന ആ ഒരു കിടിലൻ സീരീസാണ് ടീച്ച് യു എ ലെസൺ എന്ന് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു കൊറിയൻ സീരീസ്. അല്ല കിടില സാധനം. അല്ലൊരു ഈ റീസെൻ്റ്ലി കണ്ട സീരീസുകളിൽ വെച്ച് തന്നെ ഒരു ഭയങ്കര അധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടൊരു സീരീസ് എന്ന് പറയും. ആസ് ആൻ ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി ഭയങ്കരധികം സാറ്റിസ്ഫൈയിങ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്നത്തെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിങ്ങിലോ അല്ലെങ്കിൽ കോളേജിങ്ങിലൊക്കെ നമ്മൾ കണ്ടുപോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങളൊരു 2K-ക്കാരല്ല, നിങ്ങളൊരു 90s 80s ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ ഒരു 10 കൊല്ലം മുമ്പ് എങ്ങനെയായിരുന്നു സ്കൂളിങ്ങും കോളേജിങ്ങും ഒക്കെ ആയിരുന്നത്, ഇപ്പോൾ എന്താണ് അവസ്ഥ, നമുക്കൊക്കെ എത്ര അടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും തൊടാൻ പോലും പറ്റില്ല. ഒന്ന് 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 ദേഷ്യപ്പെട്ട് സംസാരിച്ചാലടക്കം അത് ഭയങ്കര പ്രശ്നമായി. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനത്തെ പിള്ളേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് കാണിച്ചു തരുന്നൊരു സീരീസാണ്. ഇത് പഴയ മുറ തന്നെ പറ്റുള്ളൂ. കൊറിയയിലുള്ള ഗവൺമെൻറ് തന്നെ ഇതിനായിട്ടുള്ളൊരു ടാസ്ക് ഫോഴ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ബാക്കിലുള്ള കാരണങ്ങളാണ് എന്തിനാണ് ഇങ്ങനൊരു ഫോഴ്സ് തന്നെ വന്നത്, അതിന് പുറകിലുള്ള ബാക്ക് സ്റ്റോറീസ് എന്തൊക്കെയാണ്, ഇതിൽ വരുന്ന ഇൻസ്പെക്ടേഴ്സൊക്കെ എവിടെ നിന്നാണ്, അവരുടെ പാസ്റ്റ് എന്താണെന്നൊക്കെ വളരെ മിനിമൽ ടൈം കൊണ്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ സീരീസ് മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് ഈ കൊറിയയിലുള്ള സ്കൂളിങ്ങിലൊക്കെ നമ്മൾ കൊറിയ എന്നല്ല ഓവറോൾ ദി വേൾഡ് എല്ലായിടത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ ചർച്ച ചെയ്ത് പോകുന്നത്. ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്കറിയാം, നമുക്ക് ഈ ഫോൺ യൂസൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. ക്ലാസ് എടുത്ത് ലൈവ് പോകുന്നവരുണ്ട്, ചാറ്റ് ചെയ്യുന്നവരുണ്ട്, ക്ലാസ്സിൽ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഫോണിൻ്റെ അമിതമായ ഉപയോഗമൊക്കെ എങ്ങനെ തടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബുള്ളിങ് ചെയ്യുന്നവരുണ്ട്. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാര്യം എടുത്താൽ അല്ലെങ്കിൽ ഒറ്റ സ്കൂളിലുള്ള കുറേ പ്രശ്നങ്ങളല്ല, പല പല സ്കൂളിലുള്ള പല പല പ്രശ്നങ്ങൾ 10 എപ്പിസോഡുകളായിട്ട് നമുക്ക് കാണിച്ചു തരും. ഓരോ എപ്പിസോഡിലും ഓരോ പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ റാഗിങ്ങോ അല്ലെങ്കിൽ ബുള്ളിങ്ങോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ തൊട്ടടുത്ത എപ്പിസോഡിൽ വേറെ 2 റൈവൽ സ്കൂളുകൾ തമ്മിലുള്ള കുറേ ഗുണ്ടായിസം കാണിക്കുന്ന കുറേ പിള്ളേർ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും കാണിച്ചു തരിക. വേറൊരു എപ്പിസോഡിൽ ചിലപ്പോൾ സെക്ഷൽ അസൾട്ട്, നമ്മളിപ്പോൾ ഒരു ഒരു ടീച്ചറിനെതിരെ ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഇപ്പോൾ ലേഡി സ്കൂളോ അല്ലെങ്കിൽ ഗേൾസ് സ്കൂളാണെന്ന് വെച്ചോ, അവിടുത്തെ ഒരു പെൺകുട്ടി വെറുതെ ഒരു പരാതി കൊടുത്ത് ഇപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ഒരു സ്കൂളിൽ നടക്കുന്ന. ഇതിനെല്ലാം തന്നെ ഇതിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അത് ഒരു സ്കൂളായിട്ടില്ല, പല പല സ്കൂളായിട്ട്. സോ ഇങ്ങനെ കാസ്റ്റ് ഇങ്ങനെ അങ്ങനെ മാറി മാറി വരും. അതായത് ഓരോ സ്കൂളിലെ പിള്ളേർ മാറി മാറി വരും. പക്ഷേ ഇതിലെല്ലാത്തിലും പോകുന്നത് ഒരൊറ്റ ആളാണ്. നമ്മളിപ്പോൾ വിജയുടെ മറ്റേ മാസ്റ്റർ പടമില്ലേ, അതായിട്ട് എനിക്ക് ഭയങ്കരധികം റിലേഷൻ തോന്നി പല സമയത്ത്. അതിൻ്റെ ഒരു പ്രോപ്പർ ഒരു 4K അൾട്രാ HD വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിലങ്ങനെയല്ല. ഈ പറയുന്ന പോലെ കുറേ കാര്യങ്ങൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിൽ ഫൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. ആദ്യത്തെ ഒരു 1-2 എപ്പിസോഡുകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ ടോട്ടൽ ഫുൾ ഓൺ ഫുൾ ഫൈറ്റ് ഒരു ആക്ഷൻ പാക്ഡ് സീരീസ് ആണെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇതിൽ ആക്ഷൻ അല്ല പ്രാധാന്യം, ഇതിൻ്റെ ഒരു മെസ്സേജിനാണ് പ്രാധാന്യം. എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പോൾ വെറുതെ പിള്ളേർ വെറുതെ തല്ലാൻ വേണ്ടിയിട്ട് ഒരു സാറ് വരുന്നു, ആ ഒരു സെറ്റപ്പ് അല്ല. ആൾ പറയുന്നത് എന്താണ്, അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ സീരീസിൻ്റെ പേര് തന്നെ ടീച്ച് യു എ ലെസൺ എന്നാണ്. ചില സാധനങ്ങൾ തല്ലി പഠിപ്പിച്ചാലേ പഠിക്കൂ എന്ന് നമ്മൾ പണ്ട് പറയാറുണ്ടല്ലോ. ചില കാര്യങ്ങളിൽ ചില ശിക്ഷണങ്ങൾ, അതിപ്പോൾ ഇന്നത്തെ സിനാരിയോയിൽ നമ്മളിവിടെ ഭയങ്കരധികം ചർച്ച ചെയ്യുന്ന കുറേ വിഷയങ്ങളാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ശരിയാണ്, നമുക്ക് ഇപ്പോൾ തല്ലി പഠിപ്പിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല, മേത്തോടാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ അത് അപ്ലിക്കബിൾ അല്ല. നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ ഈ നമ്മൾ മറ്റേ പടം ഉണ്ടല്ലോ, നമ്മുടെ നിവിൻ പോളിയുടെ മറ്റേ പോലീസായിട്ട്, ആ ഒരു പടത്തിൽ ഇതുപോലെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, ഈ എവിടെയെങ്കിലും ബീച്ചിൽ വന്നിട്ട് പിടിച്ച എന്ന് പറഞ്ഞ ആ ഒരു സെറ്റപ്പ്. ഇത് തന്നെയാണ് ലൈഫിൽ അപ്ലിക്കബിൾ ആയിട്ട്. നമുക്കിപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ പറ്റില്ലെന്നെങ്കിൽ തല്ലി തന്നെ ശരിയാക്കണം. അപ്പോൾ ഈ സ്കൂളിങ്ങിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് പുറത്ത് വരുമ്പോൾ നമ്മളൊരു ഇപ്പോഴത്തെ സിറ്റിസൺസ് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് സ്കൂളിലാണ്. സോ ഈ ഗ്രൗണ്ട് ലെവലിൽ, ഈ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലൊക്കെ അവരെ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല സിറ്റിസൺസ് പുറത്തേക്ക് വരുള്ളൂ. സോ ഇതിൻ്റെ ഒരു ബേസിസിലാണ് ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞു പോകുന്നത്. പക്ഷേ കുറേ പേർക്ക് ഈ സാധനങ്ങൾ ഭയങ്കര ടോക്സിക്കാണ്, അല്ലെങ്കിൽ ഈ സീരീസേ ടോക്സിക്കാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതൊന്നും നടക്കാൻ പാടില്ല, ഇതിപ്പോൾ കാണുന്നവർക്കൊക്കെ, പക്ഷേ അനുഭവിക്കുന്ന പിള്ളേർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചർച്ച വേണമെങ്കിൽ കുറേ പോകാം. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കരധികം എൻഗേജിങ് ആയിട്ടുള്ള, നല്ല പ്രോപ്പർലി എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കിടിലൻ സീരീസാണ്. ഇതിൽ ക്യാരക്ടർ ആർക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ ഒരു ഇൻസ്പെക്ടറിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ
കുട്ടികളെ ബേസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം നല്ല നീറ്റായിട്ട് ഇവർ കണക്ട് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എപ്പിസോഡിൽ ഒരു ഗേൾസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു എപ്പോഴും സ്ഥിരമായിട്ട് ലൈവൊക്കെ പോകുന്ന ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു ചെറിയ സ്കൂൾ കുട്ടി, ആ കുട്ടിയുടെ ഒരു ആർക്കൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കിടിലം പെർഫോമൻസ്, ഇങ്ങനെ നല്ല നല്ല കുറേ പെർഫോമൻസ് ഉള്ളത്. പിന്നെ ആക്ഷൻ ബ്ലോക്കുകളുള്ള കുറേ സാധനങ്ങളുണ്ട്, നല്ല ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റുകളൊക്കെ ചില സമയത്തുണ്ട്. അത് ഈ ഒന്നുമില്ല, ഇങ്ങനെ വന്ന് ഈ ചെറിയ പിള്ളേർ കൊണ്ട് അലക്കണ സെറ്റപ്പ്, അതല്ല, നല്ല 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 സാറ്റിസ്ഫൈങ്. ഇങ്ങനെ അടിയുണ്ട്. അടി എന്ന് പറഞ്ഞാൽ മുഖത്ത് പഞ്ചും പരിപാടിയൊന്നുമല്ല, വെറുതെ കൈ വെച്ച് അടിക്കും. മറ്റേ ചേപ്പക്കടിക്കെന്ന് പറയില്ല, നമ്മൾ പാലക്കാട് ഭാഷയിൽ എങ്ങനെയാണ് പറയുക ഈ സാധനം. അതങ്ങനെ പട്ടാന്നങ്ങോട്ട് കൊള്ളുമുണ്ടല്ലോ, നമുക്കിങ്ങനെ ആ സമാധാനം അല്ലെങ്കിൽ സന്തോഷം, ഒരു എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇതിലെ കാരണം ഇപ്പോൾ ബുള്ളിങ് ചെയ്ത് റാഗിങ് ചെയ്ത് ഒരുത്തനെ കൊന്നിട്ടുള്ളൊരു സ്കൂള്, അതൊരു സ്കൂളുകാരും മറച്ചു വയ്ക്കും. അങ്ങനത്തെ കുറേ സെറ്റപ്പുകളുണ്ട്, നമ്മളിവിടെ കാണുന്ന കുറേ സംഭവങ്ങളാണ്. സോ അങ്ങനെ ഒരു മറ്റേ ഈ വലിയ ഭയങ്കര തലക്കനം പിടിച്ച് നിൽക്കുന്ന കുറേ പിള്ളേർ, ആരും നമ്മളെ തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഇവന്മാരൊക്കെയാണ് പുറത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ഇവളുമാരൊക്കെയാണ് പുറത്ത് വന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഫുൾ ഉണ്ടാക്കുന്ന നാട്ടിൽ. ഇവരെ ഗ്രൗണ്ട് ലെവലിൽ നന്നാക്കാൻ പറ്റുന്ന ഒരാൾ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരുന്നത് ഭയങ്കര അധികം സാറ്റിസ്ഫൈങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. 10 എപ്പിസോഡുകളുണ്ടെങ്കിലും 10 നല്ല എൻഗേജിങ് ആണ്, എല്ലാം ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട്. പക്ഷേ ഒറ്റ സ്കൂളിലാണ് ഇതെല്ലാം കൂടി കാണിക്കുന്നതെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെയും നമ്മൾ ഈ കണ്ട സാധനങ്ങൾ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിലങ്ങനെയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ 10 എപ്പിസോഡുകളിലും 10 പ്രശ്നങ്ങൾ കാണിച്ചത് കൊണ്ട് ഇറ്റ്സ് തറോലി എൻഗേജിങ്, നല്ല നല്ല കിടില സാധനം. സോ എന്നെ സംബന്ധിച്ച് ഒറ്റ സിറ്റിങ്ങിൽ നമുക്ക് ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിയ സമയമുണ്ട്. ഒരു മണിക്കൂറുണ്ട് ഓരോ എപ്പിസോഡ്, ഒരു 10 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ നമുക്കിങ്ങനെ നിർത്താൻ തോന്നില്ല, നമുക്ക് ഭയങ്കരധികം കണക്റ്റഡ് ആവും ഈ ഒരു ക്യാരക്ടേഴ്സിനോട്. അല്ല, ഇനി അടുത്തത് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും. സോ അത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഈ വർഷം കണ്ട സീരീസുകളിൽ തന്നെ ഭയങ്കരധികം ഇഷ്ടമായ സീരീസുകളിൽ ഒന്നാണ് നെറ്റ്ഫ്ലിക്സിൻ്റെ ടീച്ച് യു എ ലെസൺ. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇത് തമിഴ് ഡബ്ബഡ് അടക്കം നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഞാൻ തമിഴാണ് കണ്ടത്. തമിഴ് നല്ല പ്രോപ്പർ ഡബ്ബൊക്കെ തന്നെയായിരുന്നു. കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.